ഈ രൂപത്തിലുള്ള സമരമല്ല. അവിടെ വേറെ സമരം നടന്നിട്ടുണ്ടാവുമല്ലോ. കേൾക്കണം, കേൾക്കും, ഈ ഗവൺമെന്റ് കേൾക്കും, ഗവൺമെന്റിന്റെ സംവിധാനം കേൾക്കും. പക്ഷെ അതിന് ഇതല്ല മാർഗം. മുഴുവൻ സംഘടനാ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർക്കാമെന്ന് VC പറഞ്ഞപ്പോൾ പറ്റില്ല. അങ്ങനെ എല്ലാവരെയും ചേർത്തുള്ള ഒരു മീറ്റിംഗിൽ നമ്മൾ തയ്യാറല്ല എന്ന് സമരം ചെയ്യുന്നവർ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഓണത്തിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓണാഘോഷം വിപുലമായി നടത്തുകയാണ്. തിരുവനന്തപുരത്തെ ഓണാഘോഷം 24-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മാധ്യമ സ്ഥാപനങ്ങളുടെ എല്ലാം വലിയ പിന്തുണയുണ്ട്. ഓരോ ദിവസവും ഓരോ മാധ്യമ സ്ഥാപനങ്ങളാണ് തിരുവനന്തപുരത്തെ ചില വേദികളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏതാണ്ട് 8,000-ന് മുകളിൽ കലാകാരന്മാർ ഈ 7 ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 8,000-ഓളം കേരളത്തിലെ കലാകാരന്മാർ അവരുടെ കല അവതരിപ്പിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ 24 മുതൽ 30-ാം തീയതി ഘോഷയാത്രയോടുകൂടി സമാപനമാണ്. എറണാകുളത്തും ഇവിടെ ചുമതലയുള്ള മന്ത്രിയും MLA-മാരും അത് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അറിയിക്കും. ഓണം നന്നായി തന്നെ ആഘോഷിക്കാനാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. ഓണാഘോഷം ടൂറിസം വകുപ്പ് ഓണം ടൂറിസം വാരാഘോഷമായിട്ട് ഗംഭീരമായി നടത്തും. ഞാൻ ഒരു കാര്യം നിങ്ങൾ ചോദിക്കാത്തൊരു കാര്യം കൂടി പറയുകയാണ്. ഇന്ന് രാവിലെ പത്രം കണ്ടപ്പോൾ ഞാനതിൻ്റെ വാർത്തകൾ വായിച്ചു. ഇന്നലെ ചില വിഷ്വൽസ് കണ്ടു. ഇവിടെ കാലടി സർവകലാശാലയിൽ വൈസ് ചാൻസലറെ പ്രതീകാത്മകമായി അവരുടെ ശവസംസ്കാരം നടത്തിയിരിക്കുകയാണ്. നമ്മളൊരു പ്രബുദ്ധ സമൂഹമാണ്. സമരം ചെയ്യാൻ എത്രയോ മാർഗങ്ങൾ നമുക്കുണ്ട്. ആരാണ് സമരം ചെയ്യുന്നതിനെതിരെ നിൽക്കുന്നത്? ഞങ്ങളെല്ലാം സമരത്തിൽ കൂടി വന്ന ആൾക്കാരാണ്. സമരം എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാളെ ശവശരീരം പോലെ കിടത്തി അലമുറയിട്ട് കരഞ്ഞ് കർമ്മങ്ങൾ നടത്തി ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം അപരിഷ്കൃതമാണ്. കേരളത്തിന്റെ സാംസ്കാരിക സമൂഹത്തിന് നാണക്കേടാണ്, അപമാനമാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി CPM-ന്റെ വിവേകമുള്ള നേതാക്കന്മാർ ഈ പ്രവൃത്തിയെ തള്ളിപ്പറയണം. അതിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് VC-യോട് വിയോജിക്കാം, മുഖ്യമന്ത്രിയോട് വിയോജിക്കാം, അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവർക്ക് പ്രതിപക്ഷ നേതാവിനോട് വിയോജിക്കാം. അതിനൊക്കെയുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഒരു ജീവനുള്ള വൈസ് ചാൻസലറെ ശവമായിട്ട് കിടത്തി പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തുക എന്നൊക്കെ പറഞ്ഞത് അങ്ങേയറ്റം അപരിഷ്കൃതമാണ്, ഹീനമാണ്, നിന്ദ്യമാണ്. സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അവിടെ ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായി വിദ്യാർത്ഥികൾ കാലടി സർവകലാശാലയിൽ സമരത്തിലാണ്. അവർ ഈ വിഷയം അവരുടെ പല വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട്. അവിടെ തിരിഞ്ഞു നോക്കാൻ VC അങ്ങോട്ടേക്ക് വന്നിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഒരു മാസം ശേഷമാണ് ഇപ്പോൾ VC അവിടെ എത്തുന്നത്. ഈ VC-ക്ക് അധിക ചുമതല നൽകിയത് മൂലം ഒരു ഗുരുതര പ്രതിസന്ധി കാലടി സർവകലാശാലയിലുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് അവരുടെ ആരോപണം. അത് പൊറുതിമുട്ടി സമരം ചെയ്തു എന്നാണ് അവരുടെ നിലപാട്. അല്ല, ഞാൻ KSU പ്രസിഡന്റ് ആയിരുന്ന ഒരാളല്ലേ. 1 മാസവും 2 മാസവും 6 മാസവും ഒക്കെ സമരം ചെയ്തിട്ടും ഗവൺമെന്റുകൾ തിരിഞ്ഞു നോക്കാത്ത എത്രയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ പറഞ്ഞുകൊണ്ടാണ് യോജിക്കുന്നത്. ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആശാ പ്രവർത്തകർ സമരം ചെയ്തപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, അവർ പാട്ടവർഗികളാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടല്ലോ. പാട്ടവർഗികളുടെ സമരമാണെന്നല്ലേ ഉന്നതരായ ആൾക്കാർ പറഞ്ഞത്. സമരം ചെയ്യുന്നവരെ കേൾക്കണം എന്ന അഭിപ്രായത്തോട് യോജിക്കുകയാണ്. ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കിയത് അവിടുത്തെ ജനറൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംഘടനാ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർക്കാമെന്ന് VC പറഞ്ഞപ്പോൾ പറ്റില്ല. അങ്ങനെ എല്ലാവരെയും ചേർത്തുള്ള ഒരു മീറ്റിംഗിൽ നമ്മൾ തയ്യാറല്ല എന്ന് സമരം ചെയ്യുന്നവർ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതിന്റെ പേരിലാണ് ചർച്ച നീണ്ടുപോയെന്നാണ്. ഇനി ഇത് ചെയ്തെങ്കിൽ പോലും സമരം ചെയ്യുന്നവരുടെ ആവശ്യത്തെ ഈ രൂപത്തിലുള്ള സമരമല്ല. അവിടെ വേറെ സമരം നടന്നിട്ടുണ്ടാവുമല്ലോ. കേൾക്കണം, കേൾക്കും, ഈ ഗവൺമെന്റ് കേൾക്കും, ഗവൺമെന്റിന്റെ സംവിധാനം കേൾക്കും. പക്ഷെ അതിന് ഇതല്ല മാർഗം. അത്തരത്തിലെ ഫോട്ടോ ഇന്ന് വന്ന തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് കുറെ കാലമായി അവിടെ വിഷമില്ല, ലൈറ്റ് ഇല്ല, അപ്പോൾ അതിന്റെ ബാക്കി എടുത്തുകൊണ്ടുവന്ന് അതിന്റെ മുകളിലാണ് നിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അല്ലല്ലോ, അവർക്ക് അത്രയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലതാ. അവർ തള്ളി പറയുന്നുണ്ടെങ്കിൽ തള്ളി പറയട്ടെ.